ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റി വഴി ഇന്നലെ വരെ 1,00,000-ലേറെ തീർത്ഥാടകർ ഹജ്ജിനെത്തിയതായി ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുൽ ജനറൽ മുഹമ്മദ് ഷാഹിദ് ആലം പറഞ്ഞു. ഹജ്ജ് കമ്മിറ്റി വഴിയുള്ള എല്ലാ തീർത്ഥാടകർക്കും മിനാ അതിർത്തിക്കുള്ളിൽ തന്നെ താമസ സൗകര്യം ഒരുക്കും. ഇന്ത്യയിൽ നിന്നും ഹജ്ജ് കമ്മിറ്റി വഴി എത്തിയ 30,000-ഓളം തീർത്ഥാടകർ മദീനയിലും ബാക്കിയുള്ളവർ മക്കയിലുമാണ് ഇപ്പോഴുള്ളത്. മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ വർഷം ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റി വഴി ഹജ്ജ് നിർവഹിക്കുന്ന എല്ലാ തീർത്ഥാടകർക്കും മിനായിൽ പരമ്പരാഗത അതിർത്തിക്കുള്ളിൽ താമസ സൗകര്യം ലഭിക്കുമെന്ന് ഇന്ത്യൻ കോൺസുൽ ജനറൽ മുഹമ്മദ് ഷാഹിദ് ആലം പറഞ്ഞു. ഇതിൽ 50,000-ഓളം തീർത്ഥാടകർക്ക് മഷായർ മെട്രോ സർവീസ് ഉപയോഗിക്കാനാകുമെന്നും അദ്ദേഹം ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. This year, the Saudi Ministry of Hajj and Umrah has divided the entire MENA area into 5 zones. So out of these 5 zones, there are 4 zones which are within the traditional boundary of MENA. So all the Hajj Committee of India pilgrims, for the first time ever, will be within the traditional boundary of MENA. So that will be in the zone 2, zone 3 and zone 4. All the Hajj Committee of India pilgrims. Out of 140,000 pilgrims, about 50,000 pilgrims will be using the metro train facilities. ഹറംപള്ളിയിൽ വീണ് കിടക്കുന്ന സാധനങ്ങൾ എടുക്കരുത്, സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി തർക്കത്തിൽ ഏർപ്പെടരുത് തുടങ്ങിയ പ്രധാനപ്പെട്ട 3 നിർദ്ദേശങ്ങളും കോൺസുൽ ജനറൽ മുന്നോട്ട് വെച്ചു. While doing the tawaf, mataf area or in the pilgrimage area, if there is some items dropped on the ground, do not try to take it, touch it or take it all, even with a good intention to try to hand it over to the security officials, because then we have seen that people have getting caught later on and they are deprived of the Hajj. That many of the pilgrims display the flag or banner or some kind of a some kind of a symbol in front of mataf or something like that. In the last year, we have seen such cases and they have been arrested. മഹറമില്ലാത്ത 5,000-ലേറെ വനിതാ തീർത്ഥാടകർ ഇത്തവണ ഇന്ത്യയിൽ നിന്നും ഹജ്ജ് നിർവഹിക്കും. ഇവർക്ക് മക്കയിലും മദീനയിലും പ്രത്യേക സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഡോക്ടർമാരും കോർഡിനേറ്റർമാരും ഉൾപ്പെടെ 600-ലേറെ പേരാണ് തീർത്ഥാടകരുടെ സേവനത്തിനായി ഇന്ത്യയിൽ നിന്നും എത്തിയിരിക്കുന്നത്. മക്കയിൽ 3 ആശുപത്രികളും 16 ബ്രാഞ്ച് ഓഫീസുകളും മദീനയിൽ 1 ആശുപത്രിയും 2 ബ്രാഞ്ച് ഓഫീസുകളും ഇന്ത്യൻ ഹജ്ജ് മിഷന് കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഹജ്ജ് കമ്മിറ്റി വഴിയെത്തിയ 3 തീർത്ഥാടകർ ഇന്നലെ വരെ സൗദിയിൽ വെച്ച് മരണമടഞ്ഞതായും മുഹമ്മദ് ഷാഹിദ് ആലം പറഞ്ഞു. ഹജ്ജ് കോൺസൽ മുഹമ്മദ് അബ്ദുൽ ജലീൽ, കോൺസൽ മുഹമ്മദ് ഹാഷിം എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ.